തുർക്കിയെ ഇന്ത്യ തൂക്കിയിരിക്കുകയാണ്. തുർക്കി ഇനി പട്ടിണി കിടന്ന് ചാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യൻ വിപണികളിലാണ് തുർക്കിയുടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ, ആപ്പിൾ പോലെയുള്ള സാധനങ്ങൾ വിറ്റഴിച്ചിരുന്നത്. ടൂറിസം, പിന്നെ വിമാന സർവീസുകളൊക്കെ ഏകദേശം 4000 കോടിയുടെ വരുമാനമാണ് ഇന്ത്യയിൽ നിന്ന് തുർക്കിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാകിസ്ഥാനെ ഡ്രോണുകൾ കൊടുത്ത് സഹായിച്ച തുർക്കിയുമായി ഇനി ഒരു ബന്ധവും വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇത് തുർക്കി എങ്ങനെയാകും ബാധിക്കാൻ പോകുന്നത്? യുദ്ധങ്ങളുടെ ഒരു ഫലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഓരോ രാഷ്ട്രത്തിൻ്റെ മേലും വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധരംഗത്തേക്ക് കടന്നു വരാൻ പല രാഷ്ട്രങ്ങളും വളരെ ശ്രദ്ധിച്ച് മാത്രമേ അവരുടെ സ്റ്റെപ്പുകൾ എടുക്കാറുള്ളൂ. തുർക്കി ഇവിടെ അത്തരത്തിലുള്ള ശ്രദ്ധയൊന്നും കാണിച്ചില്ല. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ വേണ്ടി നമ്മളുടെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ തുർക്കിയുടെ ചരക്ക് വിമാനം പാകിസ്ഥാനിലെത്തിയ കാര്യം വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവിടെ യുദ്ധപ്പടക്കോപ്പുകൾ ഇറക്കിയിട്ടുണ്ട് എന്ന് അന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ അത് മനസ്സിലാക്കപ്പെടുന്നത് ഡ്രോണുകൾ വരുന്ന സമയത്താണ് അത് തുർക്കി നിർമ്മിതമായിരുന്നു എന്ന് ഇന്ത്യ കണ്ടെത്തുകയും അങ്ങനെ തുർക്കിയുടെ പങ്ക് കൃത്യമായിട്ട് ഇന്ത്യ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള പാകിസ്ഥാനെ സഹായിച്ച ഒരു രാഷ്ട്രത്തിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അതിനൊന്നും നമ്മളധികം വലിയ സിദ്ധാന്തമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ശത്രുവിനെ സഹായിക്കുന്നവൻ തീർച്ചയായിട്ടും നമ്മളുടെ ശത്രു തന്നെയാണ്. അങ്ങനെ തുർക്കിയെ നമ്മൾ നമ്മുടെ ശത്രു രാജ്യനിരയിൽ സ്ഥാപിച്ചു. അങ്ങനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന തുർക്കിയോട് എങ്ങനത്തെ സമീപനമാണ് എടുക്കേണ്ടത്? ഏത് രീതിയിലാണ് അവരെ പ്രതിരോധിക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് കഴിയും എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ വിദഗ്ധർ അവർ സർക്കാരിന് നൽകിയ നിർദ്ദേശം ഇതാണ്. നമ്മളും തുർക്കിയും തമ്മിൽ നടക്കുന്ന ഇടപാടുകളിൽ തുർക്കിക്ക് നമ്മളിൽ നിന്ന് ഏതാണ്ട് 4000 കോടി രൂപയിലധികം വരുമാനം ലഭ്യമാകുന്നുണ്ട്. ആ മേഖലകളെല്ലാം അവർ ചൂണ്ടിക്കാണിച്ചു. തുർക്കിയുടെ പലതരം ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് തുർക്കിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആപ്പിള്, ഇതെല്ലാം തന്നെ മേലാൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ വിമാന സർവീസും ടൂറിസവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലുമൊക്കെ തുർക്കി വലിയ തരത്തിലുള്ള വരുമാനം കിട്ടുന്ന സാധ്യതകളുണ്ട്. അത് നമ്മൾ അടക്കണം. അങ്ങനെ സാമ്പത്തിക ഉപരോധം നിർമ്മിച്ചുകൊണ്ട് മേലാൽ ഇന്ത്യക്കെതിരെ ഒരു കൈ പൊക്കാൻ തുർക്കിക്ക് സഹായകരമായിട്ടുള്ള ഒരു മനസ്സുണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അടിച്ച് മാത്രമേ നമുക്കെതിരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ശത്രുക്കളെ ഒറ്റപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. കാരണം ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പല രാഷ്ട്രങ്ങളും ഇങ്ങനെയൊക്കെ വരാം. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് തുർക്കിക്ക് മാത്രം ഉള്ള ഒരു പാഠമായിട്ടല്ല, തുർക്കിയെപ്പോലെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇതൊരു പാഠമാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങളോട് ഇന്ത്യ ഉപരോധം സൃഷ്ടിക്കും, സാമ്പത്തിക പ്രതിരോധമുണ്ടാക്കും, മറ്റ് പലതരത്തിലും അവരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കും. അത് അവർക്ക് പാഠമാകണം. എല്ലാവർക്കും പാഠമാകാൻ വേണ്ടി എടുത്ത ഒരു സ്റ്റെപ്പ് മാത്രമായിട്ടാണ് തുർക്കിക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പാകിസ്ഥാനാണ് തുർക്കി. കാരണം ഇത്തരത്തിൽ പ്രത്യക്ഷമായി തന്നെ പാകിസ്ഥാനെ സഹായിച്ച ഒരു രാജ്യം കൂടിയാണ് തുർക്കി. അപ്പോൾ സ്വാഭാവികമായും തുർക്കിക്ക് നമ്മൾ നൽകുന്ന ഉപരോധം അത് മറ്റ് രാജ്യങ്ങൾക്ക് കൂടി, അതായത് തീവ്രവാദികളെ വളർത്തുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു താക്കീത് കൂടിയാകില്ലേ? അല്ല, തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ മത തീവ്രവാദമാണ് പ്രധാനപ്പെട്ട അതിൻ്റെ അന്തർധാര എന്ന് പറയുന്ന അതാണ്. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണ്, തുർക്കിയും ഒരു മുസ്ലിം രാഷ്ട്രമാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു വലിയ സാമ്രാജ്യമായിട്ട് തുർക്കി മാറണമെന്ന് പഴയ കാലത്ത് മുതൽ തന്നെ ഖലീഫ അത്തരം ഖലീഫത്ത് പ്രസ്ഥാനങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഉള്ള ഒരു ആംഗിളിൽ, അതായത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ചക്രവർത്തി എന്ന് പറയുന്നത് ഈ തുർക്കിയിലെ അധികാരിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു രൂപീകരണം അന്ന് നടന്നിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു അവശിഷ്ടം ഒക്കെയാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. തുർക്കി അങ്ങനെയാണ് തുർക്കി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് നമ്മളങ്ങനെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു അവശിഷ്ടമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് യൂറോപ്യൻ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ലോകത്തെ ഒരു പാകിസ്ഥാനാണ് തുർക്കി എന്ന് പറയുന്നതിന് കാരണം അതാണ്. അതായത് മുസ്ലിം രാഷ്ട്രം എന്ന നിലക്ക് തന്നെയാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അത് തന്നെയാണ് പ്രശ്നം. ഈ 148 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ വിപണിയിൽ നിന്ന് തുർക്കി ഔട്ടാകുമ്പോൾ അത് തുർക്കിയെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? അല്ല, സാമ്പത്തികമായി തന്നെ ഇന്ത്യക്ക് ഇന്നത്തെ ലോകത്ത് വലിയ സ്ഥാനം
നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മളുടെ മാർക്കറ്റ് കൊണ്ട് തന്നെ. ആ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രതിഭാസമൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ശേഷി ഈ മേഖലയിൽ വളരെ കൂടുതലുണ്ടെന്ന് മൾട്ടിനാഷണൽ കമ്പനികൾ, ബഹിരാഷ്ട്ര കുത്തക കമ്പനികളെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ വേൾപൂൾ എന്ന് പറയുന്ന ഒരു കമ്പനി, ലോകത്ത് ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ നിർമ്മിച്ച കമ്പനിയാണ് ഈ വേൾപൂൾ എന്ന് പറയുന്നത്. ആദ്യം കൈകൊണ്ട് കറക്കുന്ന ഒരു വാഷിംഗ് മെഷീനായിരുന്നു, പിന്നീട് അതിൻ്റെ അകത്ത് മോട്ടോർ സ്ഥാപിച്ചു, പിന്നീട് ഓട്ടോമാറ്റിക്കായി, പിന്നെ സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, അങ്ങനെ പല ഇതായിട്ട് വാഷിംഗ് മെഷീനുകളൊക്കെ നമ്മൾക്ക് രംഗത്ത് വരുന്നു. അമേരിക്ക ഈ WTO എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മാറിയ ലോകത്ത് എങ്ങനെ വിപണികൾ കൈയടക്കാനായിട്ട് കഴിയും എന്ന അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിപണികളെല്ലാം തുറന്നു കിട്ടില്ല. കാരണം നമ്മൾ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരുന്നു. എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന് അമിതമായിട്ടുള്ള ടാക്സസ് നമ്മൾ അന്ന് ഏർപ്പെടുത്തിയിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ സ്വദേശി വ്യവസായത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ WTO എന്ന് പറയുന്നത് വരികയും നമ്മളുടെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് സമ്പൂർണ്ണമായിട്ട് നമ്മൾ എടുത്തു കളയുകയൊക്കെ ചെയ്തു. അങ്ങനെ ലോകത്തുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഇന്ത്യൻ വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ കുതിച്ചു വരാനായിട്ട് തുടങ്ങി. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിൽ ലഭ്യമായിരുന്നു. അതിൻ്റെ ദോഷം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ചെറുകിട വ്യവസായങ്ങളെല്ലാം പൊട്ടിപ്പോകുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ഏതാണ്ട് 25,000-ലധികം ടിൻ ഫാക്ടറികളാണ് മിഠായി നിർമ്മാണ മേഖലയിലുണ്ടായിരുന്നു. അത് മുഴുവൻ ഈ WTOൻ്റെ വരവിൻ്റെ ഫലമായിട്ട് പൂട്ടിപ്പോയി. എന്നിട്ട് ലോകത്തെ പ്രശസ്തമായിട്ടുള്ള ലോട്ടെ പോലെയുള്ളതായിട്ടുള്ള കമ്പനികളെല്ലാം ആ രംഗത്തേക്ക് കടന്നു വന്നു. അങ്ങനെ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കമ്പനികളെയും സമ്പുഷ്ടമാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇവിടെയാണ് നേരത്തെ തുർക്കിക്കൊരു സ്ഥാനം നമ്മൾ കൊടുത്തിരുന്നത്. അങ്ങനെയാണ് 4,000 കോടിയിലധികം രൂപ നമ്മുടെ മാർക്കറ്റ് ഉപയോഗിച്ച് അവരുടെ വരുമാനമായിട്ട് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിൽ നമുക്കെതിരെ ഒളിയമ്പ് നടത്തി, അല്ലെങ്കിൽ ഒളിപ്രവർത്തനം നടത്തി പാകിസ്ഥാനെ സഹായിച്ചു എന്ന് കണ്ടെത്തി അവരുടെ ഡ്രോണുകളാണ് നമുക്കെതിരെ ഉപയോഗിക്കപ്പെട്ടതിൽ ഒന്ന് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഉപരോധം കൊണ്ടത്. ഈ ഉപരോധം തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ടർക്കിയെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പാഠമാണ്. ആ പാഠം അവർ പഠിക്കട്ടെ എന്ന് നമുക്ക് കരുതാവുന്നേ ഉള്ളൂ. എത്രയായി സന്ദീപേട്ടാ? ഇനി ഒരു മിനിറ്റ് കൂടെ വേണം. പക്ഷേ തുർക്കിയെ സംബന്ധിച്ച് തുർക്കിയുടെ നിലനിൽപ്പിനി എങ്ങനെയാകും? അല്ല, തുർക്കിയുടെ നിലനിൽപ്പിനെ അത് കാര്യമായി ബാധിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് അവർക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ വരുമാനം മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് കണ്ടെത്താൻ അവർക്ക് കഴിയുന്നതുവരെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഈ പ്രഹരം, ഇതൊരു ചെറിയ പ്രഹരമാണ്, ആ പ്രഹരം അവർക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നാളെ അവർ ഇന്ത്യയുമായിട്ട് എങ്ങനെ മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എനിക്ക് തോന്നുന്നു നേരിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ പരിഹരിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഭാഷയിലേക്ക് പറഞ്ഞാൽ മാപ്പ് പറയുന്ന തരത്തിലേക്ക് നയതന്ത്ര ബന്ധങ്ങളിൽ ഇടപെട്ട് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദവും അതേപോലെ തന്നെ വ്യാപാരവും പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവിയിൽ തുർക്കിയും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിലായിട്ടുള്ള ബന്ധങ്ങൾ മുന്നോട്ട് പോകുക. ടൂറിസം മേഖലയിൽ വളരെ വ്യാപകമായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു പ്രോസ്പെരിറ്റി, അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ട അവസ്ഥ, പിന്നെ നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതൊക്കെ നമ്മളുടെ ജനതയെ ഒരു ടൂർ ജനതയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഈ പാശ്ചാത്യ യൂറോപ്യൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ടൂറ് അടിക്കുന്ന ആളുകളായി മാറി. നമ്മളിപ്പോൾ നല്ല കേരളത്തിൽ നിന്ന് എത്രയോ ആളുകളാണ് പുറത്തേക്ക് പോകുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ആ രീതിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് ടൂറിസത്തിൻ്റെ ഫലമായിട്ടും പുറത്തേക്ക് ഒഴുകുന്നത്. അതൊക്കെ തുർക്കിക്ക് സഹായകരമായി തീരാവുന്ന അവസ്ഥ അവർ വീണ്ടെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.